ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ 2024 ഫെബ്രുവരി 24, 25 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ആ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? സന്തോഷ് ശിവൻ. പ്രശസ്ത സിനിമാ സംവിധായകനും ഛായാഗ്രാഹകനുമായ സന്തോഷ് ശിവനാണ് 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രഗത്ഭരായ ഛായാഗ്രാഹകർക്ക് നൽകുന്ന പുരസ്കാരമാണ് പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം. ആദ്യമായാണ് ഒരു ഇന്ത്യൻ ഛായാഗ്രാഹകൻ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടുന്നത്. ഫെബ്രുവരിയിൽ അന്തരിച്ച വാഴേങ്കട വിജയൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. കഥകളി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട വാഴേങ്കട വിജയനാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കഥകളി കലാകാരൻ. കേരള കലാമണ്ഡലത്തിന്റെ മുൻ പ്രിൻസിപ്പലും വേഷവിഭാഗ മേധാവിയുമായിരുന്നു വാഴേങ്കട വിജയൻ. ലോക്സഭാ സ്പീക്കർ, കേന്ദ്രമന്ത്രി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ഏത് വ്യക്തിയാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ചത്? മനോഹർ ജോഷി. ലോക്സഭാ സ്പീക്കർ, കേന്ദ്രമന്ത്രി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന മനോഹർ ജോഷിയാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ചത്. ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ അളവിലുള്ള പാദരക്ഷ തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകുന്ന സ്ഥാപനം ഏതാണ്? സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ചെന്നൈ. ചെന്നൈയിലുള്ള സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ അളവിലുള്ള പാദരക്ഷ തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകുന്ന സ്ഥാപനം. ഇതുവരെ ഇന്ത്യയിൽ അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ പാദരക്ഷാ അളവുകളാണ് ഉപയോഗിച്ചിരുന്നത്. പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ സ്ഥാപനം. വ്യവസായ വകുപ്പിന്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലാ വ്യവസായ കേന്ദ്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏത് ജില്ലയ്ക്കാണ്? എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്. വ്യവസായ വകുപ്പിന്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യവസായ കേന്ദ്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിനാണ്. തിരുവനന്തപുരവും കണ്ണൂരുമാണ് 2, 3 സ്ഥാനങ്ങളിൽ. 100% ലക്ഷ്യം കൈവരിച്ച ജില്ലാ വ്യവസായ കേന്ദ്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് വയനാട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിനാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത് ആരാണ്? ആർ അശ്വിൻ. ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ ആർ അശ്വിനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത്. ഇംഗ്ലണ്ടിനെതിരെയാണ് ആർ അശ്വിൻ ഈ നേട്ടം കൈവരിച്ചത്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം എന്ന ബഹുമതി കരസ്ഥമാക്കിയ അമേരിക്കൻ പേടകം ഏതാണ്? ഒഡീസിയസ്. ഒഡീസിയസ് എന്ന അമേരിക്കൻ പേടകമാണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം എന്ന ബഹുമതി കരസ്ഥമാക്കിയത്. അമേരിക്കയിലെ ഇൻറ്റ്യൂയിറ്റീവ് മെഷീൻസ് എന്ന കമ്പനി നിർമ്മിച്ച നോവ സി എന്ന ലാൻഡറിന്റെ വിളിപ്പേരാണ് ഒഡീസിയസ്. 1972 വിക്ഷേപിച്ച അപ്പോളോ 17 ശേഷം 52 വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയുടെ ചാന്ദ്ര ദൗത്യം നടക്കുന്നത്.
സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? എം മുകുന്ദൻ. പ്രശസ്ത സാഹിത്യകാരനായ എം മുകുന്ദനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 3 ലക്ഷം രൂപയും ഫലകവുമാണ് പുരസ്കാരമായി ലഭിക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ ഭാഗമായി LMV വാഹനങ്ങൾക്ക് H ടെസ്റ്റിന് പകരം ഏർപ്പെടുത്തിയ ടെസ്റ്റ് ഏതാണ്? സിഗ്സാഗ് ടെസ്റ്റ്. വളഞ്ഞും പുളഞ്ഞുമുള്ള ട്രാക്കിലൂടെയുള്ള ടെസ്റ്റ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ ഭാഗമായി LMV വാഹനങ്ങൾക്ക് H ടെസ്റ്റിന് പകരം ഏർപ്പെടുത്തിയ ടെസ്റ്റാണ് സിഗ്സാഗ് ടെസ്റ്റ്. ഗിയറുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാർ പുതുതായി രൂപം നൽകിയ 3 ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്ത് നിലവിൽ വരുന്നത് എന്നാണ്? 2024 ജൂലൈ 1 മുതൽ. കേന്ദ്ര സർക്കാർ പുതുതായി രൂപം നൽകിയ 3 ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്ത് നിലവിൽ വരുന്നത് 2024 ജൂലൈ 1 മുതലാണ്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവയാണ് പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ. കേന്ദ്ര സർക്കാർ പുതുതായി രൂപം നൽകിയ 3 ക്രിമിനൽ നിയമങ്ങളിലെ ഏത് നിയമത്തിന്റെ ഉപവകുപ്പാണ് താൽക്കാലികമായി മരവിപ്പിച്ചത്? ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 106 ഉപവകുപ്പ് 2. കേന്ദ്ര സർക്കാർ പുതുതായി രൂപം നൽകിയ 3 ക്രിമിനൽ നിയമങ്ങളിലെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 106 ഉപവകുപ്പ് 2 ആണ് താൽക്കാലികമായി മരവിപ്പിച്ചത്. അലക്ഷ്യവും അശ്രദ്ധയുമായുമുള്ള ഡ്രൈവിംഗ് മൂലമുണ്ടാകുന്ന മരണത്തിനുള്ള ശിക്ഷ സംബന്ധിച്ച വകുപ്പാണ് സെക്ഷൻ 106 ഉപവകുപ്പ് 2. ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാം. ആസാം സംസ്ഥാനമാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഏക സിവിൽ കോഡ് നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ഏത് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് എല്ലാ ഔദ്യോഗിക കാര്യങ്ങൾക്കും ഹിന്ദി ഭാഷ ഉപയോഗിക്കണമെന്ന് നിർബന്ധമാക്കിയത്? ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR ആണ് ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഹിന്ദി ഭാഷ ഉപയോഗിക്കണമെന്ന് നിർബന്ധമാക്കിയത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഗരിമ ഗൃഹ പദ്ധതി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗരിമ ഗൃഹ പദ്ധതി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഡൽഹി. ഇന്ത്യൻ സംസ്ഥാനമായ ഡൽഹിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത്. സംസ്ഥാന സബ് ജൂനിയർ അണ്ടർ 17 ഗുസ്തി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെ വെച്ചാണ്? കണ്ണൂർ. കണ്ണൂർ ജില്ലയിൽ വെച്ചാണ് സംസ്ഥാന സബ് ജൂനിയർ അണ്ടർ 17 ഗുസ്തി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. കണ്ണൂരിലെ പാനൂർ ഹൈസ്കൂളിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. വനിതാ പ്രീമിയർ ലീഗ് മത്സരത്തിൽ അവസാന ബോളിൽ സിക്സർ അടിച്ച് ടീമിനെ വിജയിപ്പിച്ച മലയാളി വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? സജന സജീവൻ. 2024 വനിതാ പ്രീമിയർ ലീഗ് മത്സരത്തിൽ അവസാന ബോളിൽ സിക്സർ അടിച്ച് ടീമിനെ വിജയിപ്പിച്ച മലയാളി വനിതാ ക്രിക്കറ്റ് താരമാണ് സജന സജീവൻ.
മുംബൈ ഇന്ത്യൻസ് താരമായ സജന സജീവൻ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ ഉദ്ഘാടന മത്സരത്തിലാണ് ജയിക്കാൻ 5 റൺസ് വേണ്ട അവസാന ബോളിൽ സിക്സർ അടിച്ച് ടീമിനെ വിജയിപ്പിച്ചത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ജമ്മു കാശ്മീരിന് എതിരായ പ്രചരണങ്ങളെ എതിർത്ത് പ്രസംഗിച്ച കാശ്മീരി മാധ്യമ പ്രവർത്തക ആരാണ്? യന മിർ. കാശ്മീരി മാധ്യമ പ്രവർത്തകയായ യന മിർ ആണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ജമ്മു കാശ്മീരിന് എതിരായ പ്രചരണങ്ങളെ എതിർത്ത് പ്രസംഗിച്ച കാശ്മീരി മാധ്യമ പ്രവർത്തക. കാശ്മീരിനെ അടിച്ചമർത്തുകയാണെന്ന മലാല യൂസുഫ്സായിയുടെ പരാമർശത്തിന് എതിരെയാണ് കാശ്മീരിൽ ഞാൻ സ്വതന്ത്രയാണ് എന്ന് യന മിർ ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസംഗിച്ചത്. രാജ്യത്ത് സ്കൂളുകളിൽ പ്രവർത്തനക്ഷമമായ ലാപ്ടോപ്പുകൾ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് രാജ്യത്ത് സ്കൂളുകളിൽ പ്രവർത്തനക്ഷമമായ ലാപ്ടോപ്പുകൾ കൂടുതലുള്ള സംസ്ഥാനം. കേരളത്തിൽ 89% സ്കൂളുകളിലും ലാപ്ടോപ്പ് പ്രവർത്തനക്ഷമമാണ്. രണ്ടാം സ്ഥാനം ലക്ഷദ്വീപിനാണ്. ലക്ഷദ്വീപിൽ 73.7%. രാജ്യത്തെ ശരാശരി ശതമാനം 12.9%. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും ഇന്റർനെറ്റും ലഭ്യമാക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനവും കേരളമാണ്. നിർധന കുടുംബത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? സ്നേഹപൂർവം. സ്നേഹപൂർവം എന്ന കേരള സർക്കാർ പദ്ധതിയാണ് നിർധന കുടുംബത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതി. സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാതാപിതാക്കളിൽ ഒരാൾ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ ധനസഹായം ലഭിക്കുക. മൃഗസംരക്ഷണത്തിനായി മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? എ ഹെൽപ്പ്. എ ഹെൽപ്പ് എന്ന പദ്ധതിയാണ് മൃഗസംരക്ഷണത്തിനായി മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള ടൂറിസം വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ച കലാകാരി ആരാണ്? ചിത്ര വിശ്വേശ്വരൻ. പ്രശസ്ത ഭരതനാട്യം നർത്തകിയായ ചിത്ര വിശ്വേശ്വരനാണ് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള ടൂറിസം വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത്. 2024 സിംഗപ്പൂർ എയർ ഷോയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീം ഏതാണ്? സാരംഗ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീമായ സാരംഗ് ആണ് 2024 സിംഗപ്പൂർ എയർ ഷോയിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാനത്തുക എത്രയാണ്? 15 ലക്ഷം രൂപ. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാനത്തുക 15 ലക്ഷം രൂപയാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 പൂന്താനം സ്മാരക പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 പൂന്താനം സ്മാരക പുരസ്കാരം ലഭിച്ചത്. പൂന്താനം സ്മാരക സമിതിയുടെ യുവ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് എം ജീവേഷിനാണ്. എൻ്റെ പ്രണയ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ക്വാർട്ടർ ലൈഫ്. ക്വാർട്ടർ ലൈഫ് എന്ന കൃതിക്കാണ് 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. ദേവിക റെഗെ എഴുതിയ നോവലാണ് ക്വാർട്ടർ ലൈഫ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.